യെസ് പീപ്പിൾ, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് 45(5)(a) ആണ് ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റ് ആൻഡ് സെക്ഷൻ 10 സബ്സെക്ഷൻ 37(a) ലാൻഡ് പൂളിംഗ് സ്കീം ആന്ധ്രാപ്രദേശ്. ഈ പറയുന്ന സ്കീമിൽ നിന്ന് നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് സെക്ഷൻ 46 സബ്സെക്ഷൻ 2 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ബൈ കമ്പനി ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ. കമ്പനിയുടെ ലിക്വിഡേഷൻ സമയത്ത് കമ്പനിയുടെ അസറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എങ്കിൽ കമ്പനിക്ക് ഇത് ട്രാൻസ്ഫർ അല്ല ആസ് പെർ സെക്ഷൻ 46 സബ്സെക്ഷൻ 1 പ്രകാരം. പക്ഷേ ഷെയർ ഹോൾഡർക്ക് ഇത് ടാക്സബിൾ ആണ് 46 സബ്സെക്ഷൻ 2 പ്രകാരം ഇത് ടാക്സബിൾ ആണ്, കൺസിഡർ ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു പോയിന്റിൽ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ പോയിന്റ് 45(5)(a) വരെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ്. അതായത് ഫുൾ വാല്യൂ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അഥവാ സെയിൽസ് കൺസിഡറേഷൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. കമ്പനിയുടെ അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഷെയർ ഹോൾഡർക്ക് ഈ പറയുന്ന പെർട്ടിക്കുലർ അസറ്റ് കിട്ടുമ്പോൾ എങ്ങനെയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വരുന്നത്? ഞാനൊരു ചെറിയൊരു സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ABC എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ ഒരു ബാലൻസ് ഷീറ്റ് വരച്ചുകൊണ്ട് തുടങ്ങാം. ABC എന്ന് പറയുന്ന ABC കമ്പനി ഇവരുടെ ബാലൻസ് ഷീറ്റ് ആണ്. ഒരു ചെറിയ ബാലൻസ് ഷീറ്റ് ഞാൻ വരയ്ക്കുകയാണ്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഒരു ബാലൻസ് ഷീറ്റ്, കുഞ്ഞു ബാലൻസ് ഷീറ്റ്. വലിയ ഇൻഫർമേഷൻസ് ഒന്നുമില്ല, ചെറിയൊരു ബാലൻസ് ഷീറ്റ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 20 lakhs 2/10 20 lakh reserve and surplus 60 lakh sundry creditors 4 lakh total liability side 84 lakh and asset side land and building 30 lakh land and building 30 lakh കുറച്ചും കൂടി കൂടിക്കൊണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 50 lakh and cash in hand 34 lakh total 84 lakh. ഓക്കെ, ഈ പർട്ടിക്കുലർ കമ്പനിയിൽ മിസ്റ്റർ രാഹുലിന് 2/10 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2/10 ഷെയർ രാഹുൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ 46 സബ്സെക്ഷൻ 2 ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാണ്. കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മിസ്റ്റർ രാഹുലിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ടാക്സ് ലയബിലിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. 2/10 ഷെയർ ആരാ ഹോൾഡ് ചെയ്യുന്നത്? മിസ്റ്റർ രാഹുലാണ് ഹോൾഡ് ചെയ്യുന്നത്. രാഹുലിന് ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് 2/10 ഷെയർ എന്ന് പറയുമ്പോൾ ഈ ഷെയർ ക്യാപിറ്റലിന്റെ 2/10 പറയുമ്പോൾ 4 lakhന്റെ ഷെയർ ക്യാപിറ്റലാണ് പുള്ളിക്കാരനുള്ളത്. ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെറ്റിൽ ചെയ്യാറായിരിക്കും. ഈ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെറ്റിൽ ചെയ്യുക ഔട്ട്സൈഡേഴ്സിനായിരിക്കും അല്ലേ? ഔട്ട്സൈഡേഴ്സിനായിരിക്കും. അപ്പോൾ നമ്മൾ സെറ്റിൽ ചെയ്തത് ക്രെഡിറ്ററെയാണ്. മുഴുവൻ ക്രെഡിറ്റർക്കും പേയ്മെന്റ് സെറ്റിൽ ചെയ്തു. സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷിന് ആവശ്യമായ ബാലൻസ് ഉണ്ടായിരുന്നു, മുഴുവൻ എമൗണ്ട് സെറ്റിൽ ചെയ്തു. അപ്പോൾ ഇവിടെ ബാലൻസ് ക്യാഷ് ഇരിക്കുന്നുണ്ട്. ഈ ബാലൻസ് ക്യാഷ് എന്ന് പറയുന്നത് 30 lakh ആണ്. അപ്പോൾ ഈ ക്യാഷ് ഇൻ ഹാൻഡിന്റെ 2/10 രാഹുലിന് അവകാശപ്പെട്ടതായിരിക്കില്ലേ? ഇനി വേറെ ലൈബിലിറ്റി ഒന്നും സെറ്റിൽ ചെയ്യാനില്ല. 2/10 രാഹുലിന് അവകാശപ്പെട്ടതായിരിക്കില്ലേ?
അപ്പൊ ഇതിന്റെ 2/10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 6 lakh അല്ലെ? 6 lakh രാഹുലിന് അവകാശപ്പെട്ടതാണ്. നെക്സ്റ്റ് ഇവിടെ എന്തുണ്ട്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ 2/10 രാഹുലിന് അവകാശപ്പെട്ടതല്ലേ? 2/10 രാഹുലിന് അവകാശപ്പെട്ടല്ലേ? അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ 2/10 എന്ന് പറയുമ്പോൾ ഇവിടെ 50 lakhന്റെ 2/10 എന്ന് പറയുമ്പോൾ 10 lakh ആണ് വരുന്നത്. പക്ഷേ നമ്മൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ ലിക്വിഡേഷൻ സമയത്ത് കമ്പനിയുടെ അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആസ് പെർ സെക്ഷൻ 46 സബ്സെക്ഷൻ 2 പ്രകാരം പറയുന്നു, നിങ്ങൾക്ക് ഒരു അസറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും നിങ്ങളുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷന് വേണ്ടി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷന് വേണ്ടി ഞാൻ പറഞ്ഞു ഇതൊരു 10 ഏക്കർ ഭൂമിയാണ്. 10 ഏക്കർ ഭൂമിയാണ്. ഇതിൽ 1 ഏക്കറിന് ഇപ്പോൾ ഉള്ളത് എത്രയാണ്? 5 lakh ആണ്. അങ്ങനെ 2 ഏക്കർ ഭൂമിയാണ് രാഹുലിന് കിട്ടിയത് 2/10. ഇതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ഏക്കറിന് ഒരു 60 lakh ആണെന്ന് വിചാരിക്കാം. 1 ഏക്കറിന് 60 lakh ആണ്. 60 lakh ആണ് വാല്യൂ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ 60% 2/10 എന്ന് പറയുമ്പോൾ അയാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 60 lakh ഓൾമോസ്റ്റ് എന്തായാലും കിട്ടില്ലേ? അപ്പൊ മൊത്തം 1 ഏക്കറിന് 60 lakh ആണ്. 2 ഏക്കറിന് എത്രയായി? 1,20,00,000 രൂപയുടെ അസറ്റ് അയാൾക്ക് കിട്ടി. അപ്പൊ മൊത്തം അയാൾക്ക് എത്ര കിട്ടി? 1,26,00,000 രൂപയുടെ അസറ്റ് കിട്ടി. ഈ 1,26,00,000 രൂപ മുഴുവൻ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 1,26,00,000 രൂപ കംപ്ലീറ്റ്ലി നമുക്ക് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന പേരിൽ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പറ്റത്തില്ല. കാരണം ഈ കമ്പനിയിൽ ഈ പറയുന്ന അസറ്റ് കിട്ടാനുള്ള ഒരു കാരണക്കാരൻ ആരാണ്? കമ്പനിയിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തതും അവരുടെ പ്രോഫിറ്റ് റീ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസ് ഇരിക്കുന്നുണ്ട്. ഈ റിസർവ് ആൻഡ് സർപ്ലസും കൂടി അടങ്ങിയതായിരിക്കില്ലേ ഇവരുടെ ഇപ്പോഴത്തെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ റിസർവ് ആൻഡ് സർപ്ലസിന്റെ 2/10 ആർക്കുള്ളതാണ്? ഈ പറയുന്ന മിസ്റ്റർ രാഹുലിനുള്ളതാണ്. അപ്പൊ 2/10 എന്ന് പറയുമ്പോൾ റിസർവ് ആൻഡ് സർപ്ലസ് 60 lakh ഉള്ളത്. ഈ 60 lakhന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുക ഡിവിഡൻഡ് എന്നാണ്. ഡിവിഡൻഡ് എന്നാണ്. ഈ കമ്പനിയുടെ ഷെയറിനെ നമ്മൾ എന്ത് വിളിക്കും? ഡീംഡ് ഡിവിഡൻഡ് ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 22C പ്രകാരം ഇത് ഡീംഡ് ഡിവിഡൻഡ് ആണ്. 60 lakhന്റെ 2/10 എന്ന് പറയുമ്പോൾ 12 ലക്ഷം രൂപ പുള്ളിക്കാരന്റെ ഡീംഡ് ഡിവിഡൻഡ് ആണ്. അപ്പൊ ഡീംഡ് ഡിവിഡൻഡ് മൈനസ് ചെയ്താൽ എത്രയാണ് വരുന്നത്? 1,26,000 നിന്ന് 12 lakh പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുള്ളത്? 12 പോയി കഴിഞ്ഞാൽ 1,14 lakh ആണ്. 1,14 lakh ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് asset plus fair market value of asset plus money received minus deemed dividend under section 2 subsection 22 clause C. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട്? ബാക്കിയൊക്കെ നമ്മൾ ക്യാപിറ്റൽ ഗെയിന്റെ നോർമൽ കമ്പ്യൂട്ടേഷൻ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും എന്ത് ചെയ്യാണ്? പോർഷനിലേക്ക്, തിയറി പാർട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇൻ കേസ് ഓഫ് കമ്പനി it is not transfer as per section 46 subsection 1 and consequently no capital gain arises to shareholders. Full value of consideration is equal to fair market value of asset plus ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, പ്ലസ് money received minus deemed dividend under section 2 subsection 22C. The full value of consideration deduct cost of acquisition and indexed cost of acquisition and expenses for transfer. അപ്പൊ ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇനി ഇയാളുടെ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യാം.
23/7/2024 ശേഷമാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയായിരിക്കും? 4 ലക്ഷം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,10,00,000 രൂപയായിരിക്കും ഇയാളുടെ ക്യാപിറ്റൽ ഗെയിൻ. ക്ലിയർ ആണോ? 1,10,00,000 രൂപയായിരിക്കും ഇയാളുടെ ക്യാപിറ്റൽ ഗെയിൻ. മനസ്സിലായിട്ടുണ്ടോ? പക്ക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ഇത് ട്രാൻസ്ഫർ അല്ല ആസ് പെർ സെക്ഷൻ 46 സബ്സെക്ഷൻ 1 പ്രകാരം. പക്ഷെ കിട്ടുന്ന ഷെയർ ഹോൾഡർക്ക് ഇത് ടാക്സബിൾ ആണ്. ടാക്സബിൾ ആവുന്ന സമയത്ത് ഇവിടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് പ്ലസ് മണി റിസീവ്ഡ് മൈനസ് ഡീംഡ് ഡിവിഡൻഡ് മൈനസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കിട്ടുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്താണെന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറേ തവണ അടുപ്പിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ക്യാപിറ്റൽ ഗെയിനിലെ 46 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് എന്തെങ്കിലും ക്ലിയർ ആവായികയുണ്ടോ? ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല കേട്ടോ. ആഫ്റ്റർ 23/7/2024 ശേഷം ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. ഇപ്പൊ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, തെറ്റ് വരുത്തരുത്. 23/7/2024 മുൻപ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ? അതിന് ഈ പറയുന്ന വസ്തുവിന് എന്തുള്ളൂ? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുക. ക്ലിയർ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതിലൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. മിസ് വസുമതി purchased 10,000 equity shares of ABC Company Private Limited on 28th February 2005 for rupees 1,20,000. The company was wound up on 31st July 2024. The following summarized financial position of the company as on 31st July 2024. The liabilities. Equity share capital 6 lakh. General reserve 40 lakh. Provision for taxation 2,50,000. Agriculture land 42 lakh. Cash at bank 6,50,000. The tax liability was ascertained at rupees 3 lakh. The remaining assets were distributed to shareholders in the proportion of their shareholding. The market value of 6 acres of agriculture land in an urban area as on 31st July 2024 is 10 lakh per acre. The agriculture land is received above was sold Miss Vasumati 28th January 2025 rupees 15 lakh. Discuss the tax consequences in the hands of company and Vasumati. Indexation cost of inflation index ആണ്, ഇൻഡിസസ് അല്ല കേട്ടോ, തെറ്റാണ്. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2024-25 2004 and 5 113, 2024 and 25 363. ഇത്രയും ഇൻഫോർമേഷൻ ആണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വസുമതി എന്ന് പറയുന്ന ആൾക്ക് 10,000 ഷെയർസ് ABC എന്ന് പറയുന്ന കമ്പനിയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ വാല്യൂ 2005 28 ഫെബ്രുവരി 2005 1,20,000 രൂപയുടെ ഷെയർ ആണ് പുള്ളിക്കാരി പർച്ചേസ് ചെയ്തിരുന്നത്. ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചു 31/7/2024 ശേഷം. ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് എടുത്തു പറയുന്നുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് എടുത്തു പറയാനുള്ള പ്രധാന കാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർസ് 24 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോങ് ടേം അൺലിസ്റ്റഡ് ഷെയർസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. 24 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം എന്നുള്ള കാറ്റഗറിയിലേക്ക് വരികയും അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ ആവുകയും ചെയ്തിരുന്നു. പക്ഷേ 23/7/2024 ശേഷം ഈ പറയുന്ന പെർട്ടിക്കുലർ അസറ്റിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്പനിയുടെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല നോളജ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒക്കെ എടുത്തു പോകും. നോർമലി ഇതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇനി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് 31/7/2024 23 കഴിഞ്ഞതിന് ശേഷമുള്ള പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല. ഇനി ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിനകത്ത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 6 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഇതിന്റെ 2/10 ആരാ ഹോൾഡ് ചെയ്യുന്നത്?
ഇതിന്റെ 2/10 ഷെയർ ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ മിസ് വസുമതിയാണ്. പിന്നെ അതുപോലെ ജനറൽ റിസർവ് 40 lakh പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 2,50,000 പറഞ്ഞിട്ടുണ്ട്. അഗ്രികൾച്ചർ ലാൻഡ് 42 lakh പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക് എത്ര പറഞ്ഞിട്ടുണ്ട്? 6,50,000 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊത്തം 48,50,000 അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ടാക്സ് ലയബിലിറ്റി വാസ് അസർട്ടൈൻ, അതായത് ഈ ടാക്സ് ലയബിലിറ്റി പ്രൊവിഷൻ മാത്രമാണ്. ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 3 lakh ആണ്. ദ റിമൈനിങ് അസറ്റ് വേർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ദർ ഹോൾഡിംഗ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് 6 acres ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് 6 acres ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ മൊത്തം എത്ര 10,000 ഷെയർസ് ആണ് ആര് ഹോൾഡ് ചെയ്യുന്നത്? മിസ് വസുമതി ഹോൾഡ് ചെയ്യുന്നത്. ഈ കേസിൽ കമ്പനിക്ക് ഇത് ട്രാൻസ്ഫർ അല്ല. ആസ് പെർ സെക്ഷൻ 46 സബ്സെക്ഷൻ 1 എന്തല്ല, കമ്പനി ലിക്വിഡേഷൻ സമയത്ത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്തല്ല, ടാക്സബിൾ അല്ല കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂല്. പക്ഷേ ഇവിടെ വസുമതിക്ക് ഇത് ടാക്സബിൾ ആണ്. വസുമതിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ലാൻഡിന്റെ 1/6 പോർഷൻ കിട്ടിയിട്ട് മൊത്തം 60,000 ഷെയർസ് ആണെന്ന് പറഞ്ഞു. മൊത്തം 60,000 ഷെയർസ് ആണെന്ന് പറഞ്ഞു. ഈ 60,000 ഷെയർസിൽ 10,000 ഷെയർ ആരാ ഹോൾഡ് ചെയ്യുന്നത്? മിസ് വസുമതിയാണ്. അങ്ങനെയാണെങ്കിൽ 1/6 ഷെയർ ആരാ ഹോൾഡ് ചെയ്യുന്നത്? വസുമതിയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ 1/6 ഷെയർ എന്ന് പറയുമ്പോൾ ഈ അഗ്രികൾച്ചർ ലാൻഡിന്റെ 1/6 ആർക്ക് അവകാശപ്പെട്ടതാണ്? വസുമതിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ അത് 6 acres ഓഫ് ലാൻഡ് ആണ്. അപ്പൊ ഒരു ഏക്കർ ഭൂമി ആർക്ക് അവകാശപ്പെട്ടതാണ്? വസുമതിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ പുള്ളിക്കാരുടെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കുമ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 lakh ആണ്. അത് അവിടെ കൺസിഡർ ചെയ്തു. അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത ക്യാഷ് അറ്റ് ഹാൻഡ് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ക്യാഷ് അറ്റ് ബാങ്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. ഈ പ്രൊവിഷൻ ഫോർ ടാക്സേഷനകത്ത് 2,50,000 പ്ലസ് 50,000 മൊത്തം എത്ര പോവും? 3 lakh ഏതിൽ നിന്ന് പോവും? 6,50,000 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 6,50,000 ആണ്. ഈ 6,50,000 1/6 ആർക്ക് അവകാശപ്പെട്ടാണ്? വസുമതിക്ക് അവകാശപ്പെട്ടാണ്. അപ്പൊ 6 lakh 1/6 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 6 lakh ഡിവൈഡഡ് ബൈ 6 lakh minus 3 lakh 6,50,000 minus 3 lakh divided by 6 is equal to 58,333 ആണ്. അപ്പോൾ 58,333 പ്ലസ് 10 lakh മൊത്തം 10,58,333 ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് അസറ്റ് എത്രയാണ്? 10,58,333. ഇതിനകത്ത് ഡീംഡ് ഡിവിഡൻഡ് വരുന്നുണ്ട്. ഡീംഡ് ഡിവിഡൻഡ് വരുന്ന സമയത്ത് ഇവിടെ ജനറൽ റിസർവിനകത്ത് 40 lakh ആണുള്ളത്. പക്ഷെ ഇവിടെ ടാക്സ് ലയബിലിറ്റി അസർട്ടൈൻ ചെയ്തപ്പോൾ 3 lakh ഉണ്ട്. അപ്പൊ നമുക്കിവിടെ 2,50,000 മാത്രമേ ഇവിടെ പ്രോഫിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്തിട്ടുള്ളൂ. ഹെൻസ് ഇവിടെ 50,000 കൂടി 40 lakh എന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ 40 lakh minus 50,000 39,50,000 into 1/6 6,58,333. full value of consideration is equal to 10,58,333 minus 6,58,333. 4 lakh full value of consideration വരുന്നത് 4 lakh ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ടാവുക 4 lakh minus 1,20,000 is equal to 2,80,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ വരിക. 2,80,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ വരിക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, അതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് അക്കൗണ്ട്സ് നോളജും കൂടി ആവശ്യമാണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ 2,80,000 ആണ്. ഇനി നമുക്ക് ആൻസർ കീയിലേക്ക് ഒന്ന് പോയേക്കാം. As per 46 subsection 1, distribution of capital asset amongst the shareholders on liquidation of the company not regarded as a transfer in the hands of company. Consequently, there will be no capital gain in the hands of company. കമ്പനിയുടെ കയ്യിൽ എന്തില്ല, ഒരു കാരണവശാലും ഇവിടെ എന്തില്ല,
ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റേ ഇല്ല. 46 സബ്സെക്ഷൻ 1 പ്രകാരം ഇത് ട്രാൻസ്ഫർ അല്ല. ഇൻ ദ ഹാൻഡ്സ് ഓഫ് വസുമതിയുടെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരികയാണെങ്കിൽ വസുമതി പ്രൊവൈഡ് സച്ച് ക്യാപിറ്റൽ ഗെയിൻ would be changeable in the hands of shareholders. Chargeable in the hands of shareholder. Section 46 subsection 2 provides that such capital gain would be chargeable in the hands of shareholder. എത്രയാ വരുന്നത്? ഇവിടെ വരുന്ന അഗ്രികൾച്ചർ ലാൻഡിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 lakh ആണ്. അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് 58,333 ആണ്. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇത്രയും വാല്യൂ ഓഫ് അസറ്റ് ആണ് അവർക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 10,58,333 റുപ്പീന്റെ അസറ്റ് അവർക്ക് കിട്ടി. പക്ഷെ ഇതിനകത്ത് ഡീംഡ് ഡിവിഡൻഡ് ഉണ്ടായിരുന്നു. ഡീംഡ് ഡിവിഡൻഡ് വരുന്നത് 6,58,333 ആണ്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ്. ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമുക്ക് അവിടെ ആകെയുള്ള ഒരു കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1,20,000 ആണ്. അങ്ങനെയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 2,80,000 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മാർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ക്ലിയർ ആണല്ലോ അല്ലെ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഒന്ന് വായിച്ചോളൂ. Next section 50. Capital gain in case of depreciable asset. നമ്മൾ സെക്ഷൻ 32 എന്താണോ പഠിച്ചത് അത് തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. സെക്ഷൻ 32 ചെയ്തിരിക്കുന്ന പോയിന്റ് എന്താണ്? WDV വാല്യൂവിനേക്കാളും കൂടുതൽ വാല്യൂവിൽ നമ്മളൊരു അസറ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ എക്സസ് എമൗണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഡിപ്രീഷ്യബിൾ അസറ്റിന്റെ ക്യാപിറ്റൽ ഗെയിൻ ഓൾവേസ് ഷോർട്ട് ടേം ആണ്. മനസ്സിലാക്കി വെക്കുക. The capital asset which form part of block of asset in respect of which depreciation has been allowed under section 32 subsection 1 clause italic 2 as per WDV method, the capital gain arising on transfer of depreciable asset shall always be a short term capital gain. Indexation benefit cannot be claimed on such asset. Indexation benefit ഓ മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് അലോ ചെയ്യുന്നില്ല. നമ്മുടെ ബുക്സിലൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അത് ഓൾറെഡി നമ്മൾ PGBP വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ്. സോ നിങ്ങൾക്ക് PGBP ക്വസ്റ്റ്യൻസ് തന്നെ ധാരാളമാണ്. ക്യാപിറ്റൽ ഗെയിനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതെന്ന് അറിയാം. സെയിം ഫോർമാറ്റ്, സെയിം പാറ്റേൺസ്. ക്ലിയർ? നെക്സ്റ്റ് 46A ക്യാപിറ്റൽ ഗെയിൻ ഓൺ ബൈബാക്ക് ഓഫ് ഓൺ സെക്യൂരിറ്റീസ്. ഇത് അമെൻമെന്റ് ഉള്ള ഒരു പോർഷൻ ആണ്. നമുക്ക് അമെൻമെന്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 1/10/2024 മുൻപാണെങ്കിൽ ഇൻഡെക്സേഷൻ 1/10/2024 മുമ്പാണെങ്കിൽ ഷെയർ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഷെയറിന്റെ മുകളിലെ ലയബിലിറ്റി അഥവാ അഡീഷണൽ ആയിട്ട് കമ്പനി ഒരു 20% ടാക്സ് ലയബിലിറ്റി അടക്കുകയും 115QA പ്രകാരം സർചാർജും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഒക്കെ ചേർത്ത് അത്രയും എമൗണ്ട് ടാക്സ് അടയ്ക്കുകയും അതുപോലെ തന്നെ 10 സബ്സെക്ഷൻ 34A പ്രകാരം ഷെയർ ഹോൾഡർക്ക് ഇത് എക്സംപ്റ്റഡ് ആവുകയും ചെയ്തു. ഇത് അപ്ലൈസ് ബോത്ത് ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനീസ്. 2 പോയിന്റിലും ഇത് അപ്ലിക്കബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡർക്കുള്ള എക്സംഷൻ അങ്ങ് എടുത്തു കളയുകയും ചെയ്തു. കമ്പനിക്ക് ഇപ്പോൾ അത് ടാക്സബിൾ അല്ലാതാവുകയും ചെയ്തു. അപ്പോൾ കമ്പനിക്ക് ഈ പറയുന്ന ഷെയർ തിരിച്ചു വാങ്ങിക്കുന്ന സമയത്ത് ഓൾവേസ് ക്യാപിറ്റൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് 2 ചേഞ്ചസ് ഉള്ളത്. കമ്പനിക്ക് ഇനി വരുന്ന കേസിൽ 1/10/2024 ശേഷം എന്താണ്? കംപ്ലീറ്റ്ലി ക്യാപിറ്റൽ ലോസ് ആണ്. 1/10/2024 മുമ്പാണെങ്കിൽ കമ്പനി അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു? ഒരു 20% ടാക്സ് അധികം അടയ്ക്കേണ്ടി വന്നിരുന്നു 115QA എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം. ഇനി അതില്ല. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ബൈബാക്ക് ബൈ എ ഫോറിൻ കമ്പനീസ് ഓർ എ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് other than shares of domestic company. Capital gains are taxable in the hands of holders and capital gain consideration received minus cost of acquisition. Of course നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എത്ര രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താ ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഓൺ ഷെയർസിനെ തിരിച്ചു വാങ്ങിക്കുന്ന പ്രോസസ്സിനെയാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? കൺസിഡറേഷൻ എത്രയാണോ കമ്പനി കൊടുത്തിരിക്കുന്നത് മൈനസ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. ഒരു ഷെയർ ഹോൾഡർ എത്ര എമൗണ്ട് ചെലവഴിച്ചോ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ടാക്സബിൾ ഇൻ ദ ഇയർ ഓഫ് ബൈബാക്ക് ഓഫ് ദ കമ്പനി. ഏത് വർഷമാണോ ബൈബാക്ക് ചെയ്യുന്നത് ആ വർഷം കമ്പനിക്ക് ഇത് ടാക്സബിൾ ആണ്. സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ആസ് പെർ എക്സ്പ്ലനേഷൻ 2
Section 468 of the Companies Act. Applicable for shares only when bought and buyback of non-domestic company. ഇത് നോൺ ഡൊമസ്റ്റിക് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂള്ള കാര്യങ്ങളാണ് നമ്മളോട് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി അതല്ലാത്ത ഡൊമസ്റ്റിക് കമ്പനിയുടെ കേസിലേക്ക് വരുമ്പോൾ ബൈബാക്ക് ഓഫ് ഡൊമസ്റ്റിക് കമ്പനി ബിഫോർ 1/10/2024 കമ്പനി ലയബിൾ ടു പേ അഡീഷണൽ ഇൻകം ടാക്സ് അറ്റ് 20% പ്ലസ് സർചാർജ് 12% പ്ലസ് സെസ് 4% അണ്ടർ സെക്ഷൻ 115 QA. The shareholder is exempt under section 10 subsection 34A. Applies both listed and unlisted shares. Listed and unlisted shares എന്തായിരുന്നു ഇത് ആപ്ലിക്കബിൾ ആയിരുന്നു. 1/10 ശേഷമുള്ള കാര്യം എന്താണ്? ബൈബാക്ക് ഓഫ് ഡൊമസ്റ്റിക് കമ്പനി ഓൺ ഓർ ആഫ്റ്റർ 1/10/2024 സം റിസീവ്ഡ് ട്രീറ്റഡ് ആസ് എ ഡിവിഡൻഡ് ആൻഡ് ടാക്സബിൾ അണ്ടർ ദ ഇൻകം ഫ്രം അതർ സോഴ്സ്. അതായത് ഈ പറയുന്ന ഷെയർ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഷെയർ ഹോൾഡറിന്റെ പേരിൽ ടാക്സബിൾ ആവുകയും ചെയ്തു. എക്സംഷൻ ഒഴിവാക്കി. നോ ഡിഡക്ഷൻ ഫോർ എക്സ്പെൻസസ് അലൗഡ്. ഒരു ഡിഡക്ഷനും അലോ ചെയ്യുന്നതല്ല. ക്യാപിറ്റൽ ലോസ് അറൈസസ് അണ്ടർ സെക്ഷൻ 46A. The value of consideration nil. Thus entire cost of acquisition is equal to capital loss. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 46A പ്രകാരം കമ്പനി കൊടുക്കുന്ന മുഴുവൻ എമൗണ്ടും ക്യാപിറ്റൽ ലോസ് ആയിട്ടാണ് പുതിയ അമെൻമെന്റ് പ്രകാരം പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാപിറ്റൽ ലോസ് അറൈസസ് അണ്ടർ സെക്ഷൻ 46A. വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു നിൽ. ദസ് എൻറ്റയർ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലോസ്. എൻറ്റയർ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലോസ്. ക്ലിയർ ആണല്ലോ അല്ലെ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റിൽ ഒരു കുഞ്ഞു ക്വസ്റ്റൻ ഉണ്ട്. CA മെറ്റീരിയൽ ക്വസ്റ്റൻസ് ഒന്നുമില്ല. CMA മെറ്റീരിയൽ മാത്രം. CA മെറ്റീരിയൽ ഈ ഒരു ചാപ്റ്റർ ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ചെയ്ത് നോക്കേണ്ടത് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ CA സ്റ്റുഡൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും CMA മെറ്റീരിയൽസ് പറ്റുവാണെങ്കിൽ നിങ്ങൾ അഡീഷണൽ ഗൈഡ്സ് RTP MTP കൂടാതെ നിങ്ങൾക്ക് വലിയ ഗൈഡ്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. പറ്റുവാണെങ്കിൽ വിനോദ് കെ സിംഗാനിയെ പോലുള്ള ആളുകളുടെ ഓതേഴ്സിന്റെ ബുക്സ് വാങ്ങിക്കുക. അതല്ലെങ്കിൽ GC റാവു പോലുള്ള ആളുകളുടെ ബുക്സ് വാങ്ങിക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓതേഴ്സ് അവൈലബിൾ ആണ്. ഏത് ബുക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. സോ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് നോൺ ഡൊമസ്റ്റിക് കമ്പനിക്ക് ഓഫ് കോഴ്സ് ആ ഷെയർ ഹോൾഡർക്ക് അത് ടാക്സബിൾ ആണ്. മൈനസ് എത്രയാണോ കിട്ടിയിരിക്കുന്ന എമൗണ്ട് മൈനസ് എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. പക്ഷേ ഡൊമസ്റ്റിക് കമ്പനിയുടെ കേസിൽ ഇത് കമ്പനി ടാക്സ് അടയ്ക്കുന്ന ഒരു പോയിന്റ് ആയിരുന്നു. 1/10/2024 വരെ ഉണ്ടായിരുന്നു. ഷെയർ ഹോൾഡർക്ക് ഇത് എക്സംപ്റ്റഡ് ആയിരുന്നു 10 സബ്സെക്ഷൻ 34A പ്രകാരം. പക്ഷേ 1/10/2024 ശേഷം എന്ത് സംഭവിച്ചു? കിട്ടുന്ന ഷെയർ ഹോൾഡർക്ക് ഇത് ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഷെയർ ഹോൾഡർക്ക് ഇത് കംപ്ലീറ്റ്ലി ക്യാപിറ്റൽ ലോസ് ആണ്. അയാൾ എത്ര എമൗണ്ട് ചെലവഴിച്ചിട്ടുണ്ടോ ആ എമൗണ്ട് കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറും? ക്യാപിറ്റൽ ലോസ് ആയിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ബൈബാക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ്, അതെവിടെയെന്ന് നോക്കട്ടെ. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. എനിക്ക് തോന്നുന്നു CMA മെറ്റീരിയൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇല്ല, CMA മെറ്റീരിയൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. മേ ബി ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങളിത് ഫോക്കസ് ചെയ്യുക. കാര്യമായിട്ട് ചെയ്യേണ്ട ഒരു പാർട്ടാണ്. മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. 0 കൂപ്പൺ ബോണ്ട്. വെയിറ്റ് ഓക്കെ.
ക്വസ്റ്റ്യൻസ് ഇല്ല. നമുക്ക് അടുത്ത ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഞാൻ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ സെക്ഷൻ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ബുക്കിലില്ല, നമുക്ക് സെപ്പറേറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഇൻ സ്പെഷ്യൽ കേസ് ഓഫ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ, സ്പെഷ്യൽ കേസ് ഓഫ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ അടുത്ത ഹെഡിങ് ആണ് സ്പെഷ്യൽ കേസസ് ഓഫ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. അസറ്റ് അക്വേർഡ് പ്രയർ ടു 1/4/2001 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 ആണ്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്ന 1/4/2001 മുൻപാണെങ്കിൽ 1/4/2001 മുൻപാണെങ്കിൽ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് പിന്നീട് അങ്ങോട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞു. ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാ കേസിലും അപ്ലിക്കബിൾ അല്ല. ശ്രദ്ധിക്കുക, ആദ്യത്തെ പോയിന്റ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 ഓർ ആക്ച്വൽ കോസ്റ്റ് വിച്ച് എവർ ഇസ് ഹയർ. 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ഓർ ആക്ച്വൽ കോസ്റ്റ് വിച്ച് എവർ ഇസ് ഹയർ ആയിരിക്കും 1/4/2001. 1 April 2001 മുതൽക്ക് നിങ്ങൾക്കൊരു അസറ്റ് പ്രയർ ടു 1/4/2001 ആണെങ്കിൽ, ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 1/4/2001 ആണെങ്കിൽ 1/4/2001 നിങ്ങളെ കോസ്റ്റ് ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ആയിരിക്കും എന്തായിട്ട് കൺസിഡർ ചെയ്യുക, നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ക്ലിയർ ആണല്ലേ? ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നോട്ട് ആപ്ലിക്കബിൾ ടു ടെനൻസി റൈറ്റ്, റൂട്ട് പെർമിറ്റ്, ഡിപ്രീഷ്യബിൾ അസറ്റ്, റൈറ്റ് ടു ക്യാരി ഓൺ ബിസിനസ്, ട്രേഡ് മാർക്ക് ആൻഡ് ബ്രാൻഡ് നെയിംസ്. അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്ന കാറ്റഗറി ഓഫ് അസറ്റ്സുകൾക്കൊന്നുമില്ല. ഏതൊക്കെയാണ്? ടെനൻസി റൈറ്റ്. എന്താ ടെനൻസി റൈറ്റ്? കുടികിടപ്പ് അവകാശം. റൂട്ട് പെർമിറ്റ്, റൂട്ട് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്പോർട്ട് വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ അതുപോലുള്ള കാറ്റഗറി ഓഫ് റൈറ്റ് ആണ്. ഡിപ്രീഷ്യബിൾ അസറ്റ്, റൈറ്റ് ടു ക്യാരി ഓൺ ബിസിനസ്, ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം, ഈ പറയുന്ന കാറ്റഗറികൾക്കൊന്നും എന്തില്ല 1/4/2001 കോസ്റ്റ് ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ഹയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ്, ആസ് പെർ സെക്ഷൻ 55 ദ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് പ്രയർ ടു 1/4/2001 കനോട്ട് ബി ക്ലൈം. നമുക്കറിയാം 1/4/2001 മുൻപുള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ക്ലിയർ ആണ്? നെക്സ്റ്റ്, ബോണസ് ഷെയർ അലോട്ടഡ് ടു 1/4/2001 പ്രയർ ടു 1/4/2001 ആണെങ്കിൽ, ബോണസ് ഷെയർ അലോട്ട് ചെയ്തിരിക്കുന്നത് പ്രയർ ടു 1/4/2001 ആണെങ്കിൽ, 1/4/2001 മുൻപ് നിങ്ങൾക്ക് ബോണസ് ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും അതിന്റെ കോസ്റ്റ്. ബോണസ് ഷെയർസ് ആർ അലോട്ടഡ് ടു പ്രയർ ടു 1/4/2001 fair market value substitution is applicable. Fair market value substitution is applicable. Next, reference to valuation officer. Reference to valuation officer. Reference to valuation officer എന്ന് പറയണമെങ്കിൽ ഇവിടെ ഫെയർ മാർക്കറ്റ് ശ്രദ്ധിച്ചോളൂ. Reference to valuation officer can be made only in respect of valuation of an asset at any time its transfer. It cannot be made for determining fair market value as on 1/4/2001. However, section 55A may be applied. അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലിക്കബിൾ അല്ല, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കത് അവൈലബിൾ അല്ല എന്നീ പോയിന്റുകളിലൊക്കെ ആണെങ്കിൽ നമ്മളത് റെഫറൻസ് ടു വാല്യൂഷൻ ഓഫീസർക്ക് വിടും. വാല്യൂഷൻ ഓഫീസർ പറയുന്നതായിരിക്കും പിന്നീട് അങ്ങോട്ട് വാല്യൂ. അപ്പോൾ ശ്രദ്ധിക്കുക, റെഫറൻസ് ടു വാല്യൂഷൻ ഓഫീസർ അണ്ടർ സെക്ഷൻ 45(5)(a can be claimed only in respect of valuation of an asset at the time of its transfer. It cannot be made for determining the fair market value as on 1/4/2001. However, section 55A may be applied. However, maybe 55A may be applied. 55A means reference to valuation officer. Clear ആണോ? പക്ഷേ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻ കേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എന്നിരുന്നാലും ഒന്നുകൂടെ പറയാം. If the capital asset is acquired prior to 1/4/2001, then the cost of acquisition is actual cost or fair market value whichever is higher, but fair market value on such asset 1/4/2001 shall not be exceed the stamp duty value. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫെയർ മാർക്ക് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുന്ന സമയത്ത് കോസ്റ്റ് ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ചെവർ ഈസ് ഹയർ എടുക്കും, പക്ഷേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനായിട്ട് റെസ്ട്രിക്ട് ചെയ്യും. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനായിട്ട് റെസ്ട്രിക്ട് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഭയങ്കര കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രീവിയസ് ഓണർ. കോസ്റ്റ് ഓഫ് പ്രീവിയസ് ഓണർ, പ്രീവിയസ് ഓണറെ കോസ്റ്റ് നമ്മുടെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അസറ്റ് അക്വേർഡ് അണ്ടർ ദ എനി ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ്. അസറ്റ് അക്വേർഡ് under any of the following method transferred subsequently, then the cost of acquisition will be the cost of the previous owner. അസറ്റ് ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുകയും പിന്നീട് നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ഓണറെ കോസ്റ്റ് നമ്മുടെ കോസ്റ്റ് ആയിട്ട് മാറുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ബൈ HUF. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ബൈ HUF to its members at the time of partition.
ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ബൈ HUF ടു ഇറ്റ്സ് മെമ്പേഴ്സ് അറ്റ് ദ ടൈം ഓഫ് പാർട്ടീഷൻ. പാർട്ടീഷൻ സമയത്ത് HUFന്റെ മെമ്പേഴ്സിലേക്ക് ഈ പറയുന്ന അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫർ അണ്ടർ ഗിഫ്റ്റ്, വില്ല്, ഇൻഹെറിറ്റൻസ് എന്നീ കാറ്റഗറികളിലൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിച്ചോളൂ, ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് HUF ആണ്, പാർട്ടീഷന്റെ ഭാഗമായിട്ടാണ് എങ്കിൽ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് നമ്മുടെ കോസ്റ്റ് ആയിട്ട് മാറും. പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് പറഞ്ഞാൽ HUF ഇത് എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ വാല്യൂ നമ്മുടെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ക്ലിയർ ആണല്ലോ അല്ലെ? ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി വൈസ് വേഴ്സ സബ്ജക്ട് ടു കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. നമുക്കറിയാം ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിലേക്കും സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയിലേക്കും അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ അല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ? 46 47 നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഡു നോട്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പൊ അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിലേക്കും സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയിലേക്കും അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അത് എഗെയിൻ സെല്ല് ചെയ്യപ്പെടുകയാണെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ അല്ലെങ്കിൽ സബ്സിഡറി കമ്പനിയുടെ വാല്യൂ ആയിരിക്കും ഈ പറയുന്ന പർട്ടിക്കുലർ അസറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. 100% ഹോൾഡിംഗും സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയിലെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പറയുന്ന ട്രാൻസ്ഫർ അല്ല എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് ഉണ്ട്. 100% ഹോൾഡിംഗും ഈ പറയുന്ന കമ്പനി ഹോൾഡ് ചെയ്തിരിക്കണം. രണ്ടാമത് എന്ത് പറഞ്ഞു? ഈ പറയുന്ന അസറ്റ് 8 വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ എന്തും സംഭവിക്കാൻ പാടില്ല. ഈ ഷെയറിന്റെ 100% താഴേക്ക് പോകാൻ പറ്റില്ല. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവുക. ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിലേക്കും സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയിലേക്കും അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിൽ അതെന്തല്ല? ട്രാൻസ്ഫർ അല്ല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡറി കമ്പനിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ കോസ്റ്റ് ആയിട്ട് മാറുക. ക്ലിയർ ആണല്ലോ അല്ലെ? നെക്സ്റ്റ്, സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടി കൺവേർട്ടഡ് ഇൻ ടു ജോയിന്റ് ഫാമിലി. അതായത് നമ്മൾ വാങ്ങിച്ച പ്രോപ്പർട്ടി ഫാമിലിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഫാമിലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഫാമിലിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ കോസ്റ്റിനാണോ പർച്ചേസ് ചെയ്യുക അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്? ഫാമിലിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ട്രാൻസ്ഫർ അണ്ടർ സ്കീം ഓഫ് അമാൽഗമേഷൻ ഓർ ഡീമർജർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അമാൽഗമേഷൻ സമയത്ത് അമാൽഗമേറ്റിംഗ് കമ്പനിയിൽ നിന്നോ ഡീമർജർ കമ്പനിയിൽ നിന്നോ അമാൽഗമേറ്റഡ് കമ്പനിയിലേക്കോ ഡീമർജർ കമ്പനിയിലേക്കോ വരുന്ന അസറ്റ് അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെ കോസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഡീമർജിംഗ് കമ്പനിയുടെ വാല്യൂ തന്നെ ആയിരിക്കും എന്തായിട്ട് മാറുക? നമ്മുടെ കോസ്റ്റ് ആയിട്ട് മാറുക. ക്ലിയർ? കൺവേർഷൻ ഓഫ് കമ്പനി ഇൻ ടു LLP. ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. കമ്പനി LLP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ വാല്യൂ തന്നെ ആയിരിക്കും LLPക്ക് ഈ പറയുന്ന അസറ്റുകളുടെ കോസ്റ്റ് ആയിട്ട് മാറുക. അസറ്റ് ട്രാൻസ്ഫേർഡ് ബൈ എ ഫേം ഓർ പ്രൊപ്രൈറ്ററി ബിസിനസ് ടു എ കമ്പനി ഇൻ എ സ്കീം ഓഫ് സക്സഷൻ. ഫേം അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി ബിസിനസ് ഒരു കമ്പനി സക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഫേമിന്റെ അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി കൺസേണിന്റെ വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ്, ഹോൾഡിംഗ് കമ്പനി ടു സബ്സിഡറി കണ്ടീഷൻ, സബ്ജക്ട് ടു കണ്ടീഷൻ. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോട്ട്സ് ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ പ്രീവിയസ് ഓണറെ കോസ്റ്റ് കൺസിഡർ ചെയ്യാം. ദ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഡൺ ബൈ ദ പ്രീവിയസ് ഓണർ ക്യാൻ ബി ക്ലൈംഡ്. നമുക്കറിയാം പ്രീവിയസ് ഓണർ ഇംപ്രൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാവുന്നതാണ്. ടു ഡിറ്റർമിൻ ദ ലോങ് ടേം ഓർ ഷോർട്ട് ടേം ദ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ദ പ്രീവിയസ് ഓണർ ഷാൾ ബി ടേക്കൺ. പ്രീവിയസ് ഓണറുടെ ഹോൾഡിംഗ് പീരിയഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന് കൺസിഡർ ചെയ്യാൻ. ഇൻഡെക്സേഷൻ ഫോർ ദ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ബൈ ദ പ്രീവിയസ് ഓണർ ക്യാൻ ബി ക്ലൈംഡ് ബൈ ദ അസസി ബൈ അപ്ലൈയിങ് ബോംബെ ഹൈക്കോർട്ട് ഡിസിഷൻ ഇൻ മഞ്ജുള ജേഷ വേഴ്സസ് CIT വേഴ്സസ് മഞ്ജുള കേസ് ലോ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് പ്രീവിയസ് ഓണറെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് മാത്രമേ പറ്റുള്ളൂ, ബാക്കിയുള്ള ഒരു കാറ്റഗറിയിലും പറ്റില്ല. അപ്പോൾ മഞ്ജുള ജേഷ വേഴ്സസ് CIT കേസിലോ ബോംബെ ഹൈക്കോർട്ടിന്റെ കേസിലോ 2005 കേസിലോ ആണ്. ഈ കേസിലോന്റെ പോയിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ആക്ടിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് നിൽക്കാത്തത് വെച്ചാൽ ബോംബെ ഹൈക്കോർട്ടിലെ വിധിയാണ്, സുപ്രീം കോടതി വിധിയല്ല. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ അത്. അടുത്തത്, കൺവേർഷൻ ഓഫ് ഡിബഞ്ചർ ഇൻടു ഷെയർസ് ഓഫ് ദ സെയിം കമ്പനി ആൻഡ് ദ ഷെയർസ് ദെൻ ട്രാൻസ്ഫേർഡ്. ഈ ഷെയർ ഡിബഞ്ചറിനെ ഷെയർ ആക്കി കൺവേർട്ട് ചെയ്തതിനു ശേഷം ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? സെയിം കമ്പനിയിൽ ഡിബഞ്ചറിനെ ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചറിന്റെ ഹോൾഡിംഗ് പീരീഡും ഡിബഞ്ചറിന്റെ വാല്യൂയും ഈ ഷെയറിന്റെ വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ ഹോൾഡിംഗ് പീരീഡ് അനുസരിക്കുമ്പോൾ അതിന്റെ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഡിബഞ്ചർ ഹോൾഡ് ചെയ്ത പീരീഡ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ട്രാൻസ്ഫർ ബൈ വേ ഓഫ് കൺവേർഷൻ ഓഫ് ഡിബഞ്ചർ സ്റ്റോക്ക്, ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ടു ഷെയർസ്,
debentures of that company will not be regarded as a transfer as per section 47. On the subsequent sale, such converted shares or debentures, then capital gain will arise. Cost of acquisition of debentures which has been apportioned towards the shares will be the cost of acquisition of shares. For example, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ട്രാൻസ്ഫർ അല്ലാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കമ്പനിയുടെ ഡിബഞ്ചറിനെ അല്ലെങ്കിൽ ഡിബഞ്ചർ സ്റ്റോക്കിനെ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ട്രാൻസ്ഫർ അല്ല. നമുക്കറിയാം 47 ട്രാൻസ്ഫർ അല്ല എന്ന് നമ്മൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഈ പറയുന്ന അസറ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, പിന്നീട് നമ്മൾ ഈ അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഓൾറെഡി ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. പക്ഷെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പ്രീവിയസ് ഓണറുടെ ഹോൾഡിംഗ് പീരീഡും കോസ്റ്റും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ അതായത് പ്രീവിയസ് ഇയറിൽ ഇത് ഡിബഞ്ചർ ആയിരുന്നു, ആ ഡിബഞ്ചറിന്റെ ഹോൾഡിംഗ് പീരീഡ് നമുക്ക് എടുക്കാം. പക്ഷെ ഡിബഞ്ചറിന്റെ അതേ ഫേസ് വാല്യൂ തന്നെ ആയിരിക്കണം എന്നില്ല ഒരു ഇക്വിറ്റി ഷെയറിന് ഉണ്ടാവും. ഇപ്പൊ ഡിബഞ്ചറിന് 100 രൂപ ഷെയറിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ ഷെയറിന് ചിലപ്പോൾ 10 രൂപയായിരിക്കും ഫേസ് വാല്യൂ ഉണ്ടാവുക. അപ്പൊ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബഞ്ചർ, ഇപ്പൊ 100 രൂപയുള്ള 10,000 ഷെയർ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്റെ കയ്യിൽ എത്രയുണ്ട്? ഏകദേശം 100 × 10,000 10 ലക്ഷം രൂപയുടെ അസറ്റ് എന്റെ കയ്യിലുണ്ട്. ഈ 10 ലക്ഷം രൂപയുടെ അസറ്റ് എന്റെ കയ്യിലിരിക്കുമ്പോൾ ഇതിനെ ഞാൻ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഷെയറിന്റെ വാല്യൂ 10 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ഷെയർ ഉണ്ടാവും? 1 ലക്ഷം ഷെയർ ഉണ്ടാവും. അപ്പൊ ആ 1 ലക്ഷം ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫേസ് വാല്യൂന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും, പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ ഹോൾഡിംഗ് പീരീഡ് മറ്റു കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? ഫേസ് വാല്യൂവിൽ ചേഞ്ചസ് ഒക്കെ വരാം, അതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. നമുക്ക് അതിന്റെ ഹോൾഡിംഗ് പീരീഡും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്ത്, ടു ഡിറ്റർമിൻ ദ ലോങ് ടേം ഓർ ഷോർട്ട് ടേം ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ദ ഡിബഞ്ചർ ഷാൽ ബി ടേക്കൺ. അതായത് ഹോൾഡിംഗ് പീരീഡും നമുക്ക് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണെന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ്. കൺവേർഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി നോട്ട് ട്രീറ്റഡ് ആസ് എ ട്രാൻസ്ഫർ. അതായത് പ്രിഫറൻസ് ഷെയറിൽ നിന്ന് ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരിക്കലും ട്രാൻസ്ഫർ അല്ല. സബ്സിക്വന്റ്ലി വെൻ ദീസ് ഇക്വിറ്റി ഷെയർസ് ആർ ട്രാൻസ്ഫേർഡ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഷാൽ ബിക്കം ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഹോൾഡിംഗ് പീരീഡ്. അതായത് ഇതേ വസ്തുവിനെ നമ്മൾ വീണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്ത് ജനറേറ്റ് ചെയ്യും? പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സെയിം ട്രീറ്റ്മെന്റ് തന്നെ. എന്താ? ഡിബഞ്ചറിനെ കൺവേർട്ട് ചെയ്യുന്ന അതേ പോയിന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്കത് ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ഹോൾഡിംഗ് പീരീഡും അതിനെ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് കൺസിഡർ ചെയ്യാനൊക്കെ എന്ത് തന്നെയാണ്? സെയിം പോയിന്റ് ഡിബഞ്ചറിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഗുഡ് വിൽ ആണ്. നെക്സ്റ്റ് പോയിന്റ് ഗുഡ് വിൽ ആണ്. ഗുഡ് വിൽ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ ആണെങ്കിൽ, ഗുഡ് വിൽ നമുക്കറിയാം. ഗുഡ് വിൽ എന്താ? ഗുഡ് വിൽ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഗുഡ് വിൽ എന്ന് പറയുന്ന ടേമിലേക്ക് പോകുമ്പോൾ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 1/4/2001 മുൻപ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിനുശേഷമാണെങ്കിൽ എന്ന് പറയുന്ന പോയിന്റിലേക്കൊക്കെ കിടക്കുന്നതിന് മുൻപ് സെൽഫ് ജനറേറ്റഡ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. പർച്ചേസ്ഡ് ഗുഡ് വിൽ ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പർച്ചേസ് പ്രൈസ് ആണ്. 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇതിൽ ആപ്ലിക്കബിൾ അല്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. പർച്ചേസ്ഡ് ഗുഡ് വിൽ ആണെങ്കിൽ പർച്ചേസ് പ്രൈസ് ആയിരിക്കും അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നോട്ട് ആപ്ലിക്കബിൾ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നില്ലാണ്. ഇഫ് എ പ്രൊഫഷണൽ ഫേം ട്രാൻസ്ഫർ ഇറ്റ്സ് സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ നോ ക്യാപിറ്റൽ ഗെയിൻ. ഒരു പ്രൊഫഷണൽ ഫേം അവരുടെ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ ഗെയിൻ ഒന്നും തന്നെ ഇല്ല. ദിസ് റൂൾ ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ന്യൂ ഫോർമുല പാറ്റന്റഡ് ബൈ എൻ ഇൻവെന്റർ. അതായത് ഒരു ഇൻവെന്റർ പാറ്റന്റ് ചെയ്തിട്ട് പുതിയൊരു ഇൻവെന്റർ വരികയാണെങ്കിൽ അതും ഈ പറയുന്ന സെക്ഷൻ പ്രകാരം എന്തെല്ലാം ആപ്ലിക്കബിൾ അല്ല. നമുക്കത് ക്യാപിറ്റൽ ഗെയിൻ അല്ല. നോ ക്യാപിറ്റൽ ഗെയിൻ ഓൺ നോഷണൽ ട്രാൻസ്ഫർ ഓഫ് ഗുഡ് വിൽ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് എന്നീ കാറ്റഗറികളിലൊക്കെ നോഷണൽ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അതും നമുക്ക് എന്താ ഇല്ല, ക്യാപിറ്റൽ ഗെയിൻ്റെ ഭാഗമായിട്ടുള്ള ട്രാൻസ്ഫർ അല്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഗുഡ് വിൽ എന്ന് പറയുന്നത് സെൽഫ് ജനറേറ്റഡ് ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലാണ്. പർച്ചേസ്ഡ് ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് പർച്ചേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് ടെനൻസി റൈറ്റും റൂട്ട് പെർമിറ്റും. എന്താ ടെനൻസി റൈറ്റ്? കുടികിടപ്പ് അവകാശം. റൂട്ട് പെർമിറ്റ് പറഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മളൊരു റൂട്ടിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ പറയുന്നതാണ്. അപ്പൊ ഈ ഒരു വേർഡിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു ബസ് നിരന്തരമായിട്ട് റൂട്ടിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത് റൂട്ടൊന്നും പെർമിറ്റ് ഒന്നും നിശ്ചയിക്കപ്പെടാത്ത സമയത്ത് ഓടി തുടങ്ങിയിട്ടുള്ള ബസ്സാണ്. കാലങ്ങളോളം ഓടിയിട്ട് ആ റൂട്ട് പെർമിറ്റ് അവർ നേടിയെടുത്തു. അപ്പൊ അത് സെൽഫ് ജനറേറ്റഡ് ആണ്. അത് ടെനൻസി റൈറ്റ് ആയിക്കോട്ടെ, ഈ പറയുന്ന റൂട്ട് പെർമിറ്റ് ആയിക്കോട്ടെ, നമുക്ക് സെൽഫ് ജനറേറ്റഡ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. പർച്ചേസ്ഡ് ആണെങ്കിൽ പർച്ചേസ് പ്രൈസ് ആണ് കൺസിഡർ ചെയ്യുക.
കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഓൾവേസ് നില്ലാണ്. കോസ്റ്റ് ഓഫ് പർച്ചേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് ബോണസ് ഷെയർ ആണ്. ബോണസ് ഷെയർ എന്താണ്? ബോണസ് ഷെയർ നമുക്കറിയാം. ബോണസ് ഷെയർ എന്ന് പറയുന്നത് 1/4/2001 മുൻപ് ബോണസ് ഷെയർ, ഒരു ഷെയറിന് 0 കോസ്റ്റിൽ മറ്റൊരു ഷെയർ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ബോണസ് ഷെയർ എന്ന് വിളിക്കും. ബോണസ് ഷെയർ അലോട്ട് ചെയ്യുന്നത് 1/4/2001 1/4/2001 മുൻപാണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 1/4/2001 ആണ്. അതായത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1/4/2001 മുൻപാണെങ്കിൽ ശരിക്കും അത് 0 കോസ്റ്റ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു കോസ്റ്റ് പോലും അവിടെ ചെലവഴിക്കുന്നില്ല. ഒരു ഷെയറിന് ഫ്രീ ആയിട്ട് മറ്റൊരു ഷെയർ കൊടുക്കുന്നത്, ഇതാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. 1/4/2001 മുൻപാണെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ആപ്ലിക്കബിൾ ആണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ആപ്ലിക്കബിൾ ആണ്. ബോണസ് ഷെയർ അലോട്ട് ചെയ്യുന്നത് ഓൺ ഓർ ആഫ്റ്റർ 1/4/2001 ആണെങ്കിൽ, ഓൺ ഓർ ആഫ്റ്റർ 1/4/2001 ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാണ്. ഒരു രൂപ പോലും അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന പേരിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പീരിയഡ് ഓഫ് ഹോൾഡിംഗ് ഷാൽ ബി ഡിറ്റർമിൻ ഫ്രം ദ ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് ഓഫ് ബോണസ് ഷെയർസ്. എത്ര പീരിയഡ് ആണ് നിങ്ങൾ ബോണസ് ഷെയർ അലോട്ട് ചെയ്ത പീരിയഡ് മുതൽക്ക് നമ്മൾ അതിന്റെ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിന് നമുക്ക് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. ബോണസ് ഷെയർ അലോട്ടഡ് ബിഫോർ 1/2/2018 ഓൺ വിച്ച് STT ഹാസ് ബീൻ പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. അതായത് ബോണസ് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ 1/2/2018 മുൻപാണെങ്കിൽ, ഇത് പുതുതായിട്ട് വന്നിട്ടുള്ള അമെൻമെന്റ് ആണ്. നോർമലി എല്ലാ ഷെയർസിന്റെ പോയിന്റിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ബോണസ് ഷെയർസ് അലോട്ടഡ് 1/2/2018 on which STT has been paid at the time of transfer, the cost would be higher of actual cost of acquisition. നമ്മൾ എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്തത്, അതായത് 1/2/2018 ശേഷം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ള അസറ്റിനെ നമ്മൾ സെല് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് പറയുന്നത്. ഷെയർസിന് എല്ലാം ഈ പോയിന്റ് ഉണ്ട് കേട്ടോ. അതിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, എത്ര രൂപയ്ക്കാണോ നമ്മൾ കോസ്റ്റ് പർച്ചേസ് ചെയ്ത് അസറ്റ് പർച്ചേസ് ചെയ്ത് അതിന്റെ കോസ്റ്റ്, അതുപോലെ തന്നെ ലോവർ ഓഫ് ദ ഫോളോയിങ്, ഇതായിരിക്കും നമ്മളെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 31/1/2018 ആൻഡ് ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷൻ വിച്ച് എവർ ഈസ് ലോവർ നമ്മൾ എന്തായിട്ട് എടുക്കും? കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതിൽ ഏതാണ് മോസ്റ്റ് റെലവെന്റ് ആയിട്ട് നിലനിൽക്കുന്നത്? ഇതാണ് നമ്മുടെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ശ്രദ്ധിക്കുക, ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ബോണസ് ഷെയർസ് അലോട്ടഡ് ബിഫോർ 1/2/2018 ഓൺ വിച്ച് STT ഹാസ് ബീൻ പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ, the cost would be higher of actual cost of acquisition nil. In case of bonus shares allotted on or after 1/4/2001 fair market value as on 1/4/2001 in case of bonus shares are allotted. അതായത് ബോണസ് ഷെയർ നോർമലി നില്ലാണ്. 1/4/2001 മുൻപാണെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ലോവർ ഓഫ് ദ ഫോളോയിങ് ഇതും കൂടി കൺസിഡർ ചെയ്യുന്നു. ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 31/1/2018 ആൻഡ് ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷൻ വിച്ച് എവർ ഈസ് ലോവർ ആയിരിക്കും നമ്മുടെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ വീണ്ടും അപ്ലിക്കബിൾ ആവുന്നതാണ്. അതിനെ റീഷെഡ്യൂൾ ചെയ്യുന്ന പോലെ വന്നിട്ടുള്ള അമെൻമെന്റ് ആണ് 31/1/2018 വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. ബോണസ് ഷെയർ പറയുമ്പോൾ തന്നെ നമ്മൾ അടുത്തായിട്ട് പറയേണ്ട ഒരു പോയിന്റ് ആണ് ബോണസ് ട്രിപ്പിംഗ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 94 സബ്സെക്ഷൻ 8 പറയുന്നത്. എന്താണ് ബോണസ് ട്രിപ്പിംഗ്? ബോണസ് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് ആദ്യമേ പറയാം. ബോണസ് ട്രിപ്പിംഗ് എന്താണ്? നമ്മളൊരു ഷെയർ പർച്ചേസ് ചെയ്തു കൃത്യം 3 മാസത്തിനുള്ളിൽ നമുക്ക് ബോണസ് ഷെയർ കമ്പനി തരികയാണ്. കൃത്യം 3 മാസത്തിനുള്ളിൽ ബോണസ് ഷെയർ കമ്പനി നമുക്ക് തരികയാണ്. ദെൻ അപ്പോൾ ബോണസ് ഷെയർ കിട്ടിയ ഉടനെ നമ്മൾ ഒറിജിനൽ ഷെയർസിനെ വിറ്റ് ലോസിനാണ് സെല് ചെയ്തതെന്ന് വിചാരിക്കുക. ആ ലോസിന് വിറ്റിരിക്കുന്ന വാല്യൂ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 5 ലക്ഷം രൂപയ്ക്ക് കുറച്ച് ഷെയർസ് പർച്ചേസ് ചെയ്തു. 5 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു 1 ലക്ഷം ഷെയർ പർച്ചേസ് ചെയ്തു വിചാരിക്കാം. 1 ലക്ഷം ഷെയർ പർച്ചേസ് ചെയ്തു. 5 രൂപയായിരുന്നു ഒരു ഷെയറിന്റെ വാല്യൂ. 5 ലക്ഷം ഷെയർസ് പർച്ചേസ് ചെയ്തു. 5 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം ഷെയർസ് പർച്ചേസ് ചെയ്തു. കൃത്യം 3 മാസം കഴിഞ്ഞപ്പോൾ ബോണസ് ഷെയർ അലോട്ട് ചെയ്തു. ഒരു ഷെയറിന് 1 ഷെയർ 1:1 എന്നുള്ള റേഷ്യോയിൽ ബോണസ് ഷെയർ അലോട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ലക്ഷം ഷെയർസ് ഉണ്ട്. പക്ഷേ ഈ ബോണസ് ഷെയറിന് 1/4/2001 ശേഷമാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കോസ്റ്റ് 0 ആണ്. അല്ലെങ്കിൽ 31/1/2018 ശേഷമാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് 0 ആണ്. അതിനൊരു 1 രൂപ പോലും വാല്യൂ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ച്വൽ കോസ്റ്റും എന്തും കൺസിഡർ ചെയ്യുന്നു, നമ്മൾ ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ കൂടി കൺസിഡർ ചെയ്തു. അപ്പോൾ കൺസിഡർ ചെയ്തപ്പോൾ നമുക്കറിയാം ഇത് 0 ആണ്, കോസ്റ്റ് 0 ആണ്.
അപ്പോൾ കോസ്റ്റ് 0 ആയിരിക്കുന്ന ഈ വസ്തുവിനെ ഞാൻ സെല്ല് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, എന്താണ് സെല്ല് ചെയ്യുന്നത്? ഒറിജിനൽ ഷെയർ സെല്ല് ചെയ്യാം. ഒറിജിനൽ ഷെയർ സെല്ല് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ഷെയർ സെല്ല് ചെയ്തത് 10 ലക്ഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഷെയറിന്റെ വാല്യൂ എത്രയുള്ളത്? 5 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 2 ലക്ഷം ഷെയർ ആയപ്പോൾ എൻ്റെ ഷെയറിന്റെ വാല്യൂ എത്രയായി? 2.5 രൂപയായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 2.5 രൂപയ്ക്ക് ഞാൻ ഈ പറയുന്ന അസറ്റിനെ പൂർണ്ണമായിട്ടും ഞാൻ അങ്ങ് വിറ്റു. 2.5 രൂപയ്ക്ക് 1 ലക്ഷം ഷെയറിനെ, ഒറിജിനൽ ഷെയറിനെ അങ്ങ് വിറ്റു. സ്വാഭാവികമായിട്ടും എനിക്ക് ലോസ് ആണ്. ഈ ലോസ് ആണ് ശരിക്കും സംഭവിച്ചത്. ഒറിജിനൽ ഷെയർ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ലോസ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ലോസിനെ ഞാൻ എങ്ങോട്ടേക്ക് ക്യാരി ചെയ്തു? ബോണസ് ഷെയർ കിട്ടിയതിലേക്ക് പോയി. അപ്പൊ ബോണസ് ഷെയറിന്റെ വാല്യൂ 2.5 ലക്ഷം രൂപ വന്നു. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബോണസ് ട്രിപ്പിംഗ്. ഒന്നുമില്ല, ഒരു ഷെയർ ഇഷ്യൂ ചെയ്ത് കറക്റ്റ് 3 ദിവസം പർച്ചേസ് ചെയ്ത് കറക്റ്റ് 3 ദിവസം ആകുമ്പോഴേക്കും എനിക്ക് എന്ത് കിട്ടി? ബോണസ് കിട്ടി. ഈ ബോണസ് ഷെയർ കിട്ടിയ സമയത്ത് ഒറിജിനൽ ഷെയറിനെ ഞാൻ ലോസിനാണ് സെല് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ ലോസ് എന്തായി മാറും? ഈ പറയുന്ന ബോണസ് ഷെയറിന്റെ കോസ്റ്റ് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ബോണസ് ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചോളൂ. എനി പേഴ്സൺ buy or acquire any securities or units within a period of 3 months prior to the record date, such person is allotted additional securities or units without any payment on the basis of holding of such securities or units. ഇതിനെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്ന് പറയുന്നത്. ക്യാഷ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് കിട്ടുന്ന ഷെയർ ആണ്. എന്തിന്റെ പേരിൽ? നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയറിന്റെ പേരിൽ. such person sell or transfer all or any of the original securities or original units within a period of 9 months. 9 monthsനകത്ത് ഒറിജിനൽ ഷെയർ വിറ്റു. ആഫ്റ്റർ സച്ച് ഡേറ്റ്, ഈ ഡേറ്റിന് ശേഷം, while continuing to hold the any of these additional securities or unit referred to clause B. ബാക്കി ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാക്സ് ട്രീറ്റ്മെന്റ് എന്താണ് സംഭവിക്കുന്നത്? The loss if any arising to him on account of such purchase and sale of all or any of such securities or unit shall be ignored for purpose computing his income chargeable to tax. Notwithstanding anything contained in any other provision of this act, the amount of losses so ignored and shall be deemed to be the cost of purchase and acquisition of additional securities or unit. അതായത് ഈ പറയുന്ന വസ്തുവിനെ നമ്മൾ ലോസിനാണ് സെല്ല് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് നമ്മുടെ എന്തായിട്ട് മാറും? കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓർ അക്വിസിഷൻ such additional securities or unit referred to in clause B are held by him on the date of such sale or transfer. അതായത് ഈ ഒറിജിനൽ ഷെയർ വിറ്റിരിക്കുന്ന ലോസിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഈ പറയുന്ന പർട്ടിക്കുലർ അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട്, ബോണസ് ഷെയറിന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ബോണസ് ട്രിപ്പിംഗ് എന്ന് വിളിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഇതിനകത്ത് CMA മെറ്റീരിയൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് റെഫർ ചെയ്യാം. ബോണസ് ട്രിപ്പിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് റെഫർ ചെയ്യാം. മിസ്റ്റർ എ പർച്ചേസ്ഡ് 5000 യൂണിറ്റ്സ്, 5000 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. മ്യൂച്വൽ ഫണ്ട്സ് ആണ്. 10/10/2024 പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 80 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 1/11/2024 ദ ഫണ്ട് ഡിക്ലെയർസ് ഫോർ ബോണസ് ഫോർ എവറി 5 ഷെയർസ് ഹെൽഡ്. അതായത് 5 ഷെയർ കയ്യിൽ വെച്ചിരിക്കുന്ന ആളുകൾക്ക് 4 ഷെയർ ബോണസ് ഷെയർ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. The record date for declaring the bonus 1/11/2024. അയാൾ എന്ത് ചെയ്തു? 1/12/2024 മിസ്റ്റർ എ സോൾഡ് 2500 ഒറിജിനൽ ഷെയർസ് അറ്റ് 20. സ്വാഭാവികമായിട്ടും എന്ത് കൂടും? ഷെയറിന്റെ വാല്യൂ കൂടും. ആൻഡ് മിസ്റ്റർ എ സോൾഡ് 10/1/2025 എന്ത് സെല് ചെയ്തു? 1000 ഷെയർസ് സെല് ചെയ്തു 25. ആൻഡ് 12/2/2025 റിമൈനിങ് 2500 സെല് ചെയ്തു. എത്ര രൂപയ്ക്ക്? 30 രൂപയ്ക്കാണ് സെല് ചെയ്തത്. ആൻഡ് 14/3/2025 മിസ്റ്റർ എ സോൾഡ് റിമൈനിങ് 3000 ബോണസ് ഷെയർസ് യൂണിറ്റ് അറ്റ് 45. All units to his friends compute the capital gain.
അപ്പോൾ എത്ര ഷെയർ ഇവിടെ ഉണ്ടായിരുന്നു? 2500, 2500, 5000, മൊത്തം 9000 ഷെയർ ഉണ്ടായിരുന്നു. ബോണസ് ഷെയർ അടക്കം എത്ര ഷെയർ ഉണ്ടായിരുന്നു? 9000 ഷെയർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വിറ്റത് തന്നെയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഷെയർ എത്രയാണ്? ആദ്യം നമുക്ക് വിറ്റിരിക്കുന്ന ഒറിജിനൽ ഷെയർസ് ആണ്. ഷെയർ നമ്മൾ വിറ്റിരിക്കുന്നത് എത്ര രൂപയ്ക്കാ? 20 രൂപയ്ക്കാണ് നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ 2500 ഷെയർ സെല്ല് ചെയ്യുമ്പോൾ 2500 × 20 = 5000. ഇതിന്റെ ശരിക്കും കോസ്റ്റ് എത്രയായിരുന്നു? 2500 × 80. ശരിക്കും എത്ര രൂപ ലോസ് വന്നു? 1,50,000 രൂപ ലോസ് വന്നു. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആണ്. ആസ് പെർ സെക്ഷൻ 94 subsection 8, above loss shall be ignored for the purpose of computing his income, and the amount of loss shall be deemed to be the cost of acquisition of bonus unit. ഇതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? ബോണസ് യൂണിറ്റിന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഹെൻസ് ദ കോസ്റ്റ് ഓഫ് ബോണസ് യൂണിറ്റ് എത്രയാണ്? 1,50,000 ആണ്. ഈച്ച് ബോണസ് ഷെയർസ് 37, അതായത് ഈച്ച് ബോണസ് ഷെയർസിന്റെ യൂണിറ്റിന്റെ വാല്യൂ എത്രയായി? 37.5 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്തു? 1000 ഷെയറും കൂടെ നമ്മൾ സെല്ല് ചെയ്തു. 1000 ഷെയറും കൂടി നമ്മൾ സെല്ല് ചെയ്ത സമയത്ത് 1000 ഷെയർ സെല്ല് ചെയ്ത് ഏതാണെന്നാ പറഞ്ഞത്? നമ്മളോട് ബോണസ് ഷെയർ സെല്ല് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോണസ് ഷെയർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ജനറേറ്റ് ആയി? 25 രൂപയ്ക്കാണ് വിറ്റത്. 25 രൂപയ്ക്ക് വിറ്റ സമയത്ത് നമുക്ക് എത്രയാണ്? 25 രൂപയ്ക്ക് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ 37.5 രൂപ കോസ്റ്റിലാണ്. അങ്ങനെയാണ് ഇയാൾ 12,500 രൂപ ലോസ് സംഭവിച്ചു. ദെൻ എഗെയിൻ അവർ ഒറിജിനൽ ഷെയർ വീണ്ടും വിറ്റു. അതും ലോസിനാണ് വിറ്റിരിക്കുന്നത്. 30 രൂപയ്ക്കാണ് വിറ്റത്. 80 രൂപയായിരുന്നു കോസ്റ്റ്. 1,25,000 രൂപ ലോസ് അവിടെ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് പോയി? നമ്മുടെ കോസ്റ്റ് വീണ്ടും ബോണസ് ഷെയറിന്റെ കോസ്റ്റ് കൂടായി. 1,25,000 പ്ലസ് നമുക്ക് എവിടെ എത്ര കോസ്റ്റാ പോയത്? ശ്രദ്ധിച്ചോളൂ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഷെയറിന്റെ വാല്യൂ പറഞ്ഞ് 37.5 ആണ്. ഇനി റിമൈനിങ് അസറ്റ്സ് എത്രയാണുള്ളത്? 3000 ഷെയർ ആണുള്ളത്. 1,25,000, അതായത് 1000 ഷെയർ ബോണസ് ഷെയർ വിറ്റുപോയി. 1,25,000 ഡിവൈഡഡ് ബൈ 3000 യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 41.67 ആയി. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ 79.17 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഷെയർ 3000 ഷെയർ 45 രൂപയ്ക്ക് വിറ്റു. 3000 ഷെയർ 45 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 3000 × 45 ഈസ് ഈക്വൽ ടു എത്രയാ? 1,35,000 രൂപ. അവരുടെ ബോണസ് ഷെയറിന്റെ കോസ്റ്റ് എത്രയായിരുന്നു? 79.19 ആണ്. അവിടെയും നമുക്ക് എന്താണ്? ക്യാപിറ്റൽ ലോസ് ആണ്. 1,02,510. ശരിക്കും പുള്ളിക്കാരൻ എത്ര രൂപയ്ക്കാണ് ഷെയർ പർച്ചേസ് ചെയ്തത്? 80 രൂപയ്ക്ക്. 5000 × 80, 4 ലക്ഷം രൂപയുടെ ഷെയർ ആണ് പർച്ചേസ് ചെയ്തത്. ഇവിടെ പുള്ളിക്കാരൻ ക്യാപിറ്റൽ ഗെയിൻഡ് ടാക്സ് അടയ്ക്കാതെ എത്ര രൂപ പുള്ളിക്കാരൻ സമ്പാദിച്ചു നോക്കാം നമുക്ക്. 25,000 75,000 പ്ലസ് സെയിൽസ് കൺസിഡറേഷൻ 75,000 എത്രയും നമുക്ക് 5000 × 80 ആയിരുന്നു ഉണ്ടായിരുന്നത്. 4 ലക്ഷം. അതിലാദ്യം നമുക്ക് എന്ത് കിട്ടി? 50,000 രൂപ കിട്ടി. 50,000 രൂപ നമുക്ക് കിട്ടി. ദെൻ നമുക്ക് എത്ര കിട്ടി? ഒരു 25,000 രൂപ കിട്ടി. പിന്നെ നമുക്ക് എത്ര കിട്ടി? ഒരു 1,35,000 രൂപ കിട്ടി. 1,35,000 രൂപ കിട്ടി. 9, 25, ഒരു 75 കൂടെ കിട്ടി. ഇപ്പോഴും ലോസിലാണോ ചോദിച്ചു കഴിഞ്ഞാൽ ലോസിലാണ്. ബോണസ് ട്രിപ്പിംഗ് നടത്തിയതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടായിട്ടില്ല. ബോണസ് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒറിജിനൽ ഷെയർ വിൽക്കുന്ന സമയത്ത്, അതായത് ബോണസ് ഷെയർ സെല്ല് ചെയ്യുന്ന സമയത്ത്, ഒറിജിനൽ ഷെയർ സെല്ല് ചെയ്യുന്ന സമയത്ത് ലോസ് സംഭവിച്ചിരിക്കുന്ന ലോസിനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു? ബോണസ് ഷെയറിന്റെ കോസ്റ്റാക്കി കൺവേർട്ട് ചെയ്യുന്നു. അത് ചെയ്യണമെങ്കിൽ ആദ്യം ബോണസ് ഷെയർ നിങ്ങൾക്ക് പുതിയ ഷെയർ പർച്ചേസ് വിത്തിൻ 3 monthsനകത്ത് കിട്ടിയിരിക്കണം. അത് കൂടാതെ എന്ത് സംഭവിച്ചിരിക്കണം? 9 monthsനകത്ത് ഒറിജിനൽ ഷെയർ സെല്ല് ചെയ്യാൻ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ലോസിനെ ബോണസ് ഷെയറിന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി നമ്മളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഇത് കൂടാതെ നമുക്ക് ബോണസ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ട്. റോക്കി പർച്ചേസ്ഡ് 1000 shares of Azad Private Limited rupees at 12 as on 1/8/1990. Company declare the dividend. Company declare 1 bonus share for every 2 shares. 2 shares 31/3/2000. As on 7/7/2006, Rocky got 500 shares of the same company gift from his friend. Rakesh acquired such shares 1/4/2001 rupees 14
14 per share as on 1/3/2024. Company further declare bonus share for every 5 shares held. 1/1/2025. റോക്കി സോൾഡ് ഹോൾഡ് ഷെയർസ്, എല്ലാ ഷെയറും വിറ്റു. എന്ത് സംഭവിച്ചു? അയാളെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഷെയർ എത്രയായിരുന്നു? 1000 ഷെയർ ആദ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരന് ബോണസ് ഷെയർ കിട്ടി. ഒരു ഷെയറിന് 2 ഷെയർ, ഒരു ഷെയറിന് ബോണസ് ഷെയർ എത്ര പറഞ്ഞ കമ്പനി ഡിക്ലെയർ 1 ബോണസ് ഷെയർ ഫോർ എവറി 2 ഷെയർ. 2 ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന് 1 ഷെയർ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ 500 ഷെയർ കൂടി വന്നു. അപ്പോൾ എത്ര? 1000 പ്ലസ് 500 1500 ഷെയർ ആയി. ദെൻ 7/5/2026 റോക്കിക്ക് ഒരു 500 ഷെയർ കിട്ടി. സെയിം കമ്പനിയുടെ ഗിഫ്റ്റ് ആണ് കിട്ടിയത്. ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്? അയാളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. ഫ്രണ്ട് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 14 രൂപയ്ക്കാണ്. നെക്സ്റ്റ് 1/3/2024 കമ്പനി ഫർദർ ഡിക്ലെയർ ചെയ്തു. എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 5 ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്ക് 5 ഷെയർ ഹെൽഡ് ചെയ്ത കമ്പനി ഡിക്ലെയർ 1 ബോണസ് ഷെയർ ഫോർ എവറി 5 ഷെയർസ്. ഒരു ഷെയറിന് 5 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് എത്ര ഷെയർ കൊടുക്കാനോ? 1 ഷെയർ കൊടുക്കാനോ. അപ്പോൾ 2000 ഷെയർ അപ്പോൾ കയ്യിലുള്ളത്. അപ്പോൾ 2000 ഷെയറിൽ നിന്ന് ഡിവൈഡ് ബൈ 5 പറയുമ്പോൾ എത്ര കിട്ടി? 400 ഷെയർ ആൾക്ക് കിട്ടി. അപ്പോൾ 2400 ഷെയർ ആണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? മിസ്റ്റർ റോക്കിയുടെ കയ്യിൽ. ഇപ്പോൾ അത് മുഴുവനായിട്ട് സെല്ല് ചെയ്യാണ്. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ്റെ ട്രീറ്റ്മെന്റ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കാം, 1000 ഷെയറിന്റെ കോസ്റ്റ് 1000 ഷെയർ നമുക്ക് കിട്ടി. ബോണസ് ഷെയർ 500 കിട്ടി. മൊത്തം 1400 ഷെയർ ഉണ്ട്. അപ്പോൾ ഓരോ ഷെയറിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. നമുക്കിവിടെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് 3 കേസിലേക്ക് വരികയാണ്. ആദ്യത്തെ കേസിൽ എത്രയാണ് ബോണസ് ഷെയറിന്റെ കോസ്റ്റ്? 14 രൂപ രാകേഷ് അക്വയർ ചെയ്യുന്നത് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ ഒരു ആക്ച്വൽ കോസ്റ്റ് വിച്ച് എവർ ഇസ് ഹയർ എടുക്കുമ്പോൾ ഈ പറയുന്ന 3 ഷെയറിനെ, അതായത് 1000 ഷെയർ റോക്കി പർച്ചേസ് ചെയ്തതും 500 ഷെയർ 1/4/2001 ബോണസ് ഷെയർ കിട്ടിയതും അതിന്റെ 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ഹയർ എടുക്കുമ്പോൾ എത്രയാണ്? അവിടെ ആക്ച്വൽ കോസ്റ്റ് 0 ആണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ 14 രൂപയാണ്. രണ്ടാമത്തത് രാകേഷ് പർച്ചേസ് ചെയ്തിട്ടുള്ള 14. പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ 3 കേസിലും കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഉണ്ട് 14 രൂപയാണ്. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന 1/3/2024 ബോണസ് ഷെയറിന് എന്തില്ല? നമുക്ക് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഇല്ലാണ്. 1 രൂപ പോലും ഇല്ല. അപ്പോൾ ഇത് വിറ്റിരിക്കുന്ന പ്രൈസ് എത്ര രൂപയ്ക്കാണ്? എല്ലാ ഷെയറും വിറ്റിരിക്കുന്നത് 50 രൂപയ്ക്കാണ്. അപ്പോൾ ആദ്യത്തെ ഷെയർ വിറ്റിരിക്കുന്നത് 50,000 രൂപയ്ക്കാണ്. ശരിക്കും എത്ര? 50,000 14,000 പോയി കഴിഞ്ഞാൽ ബാക്കി 36,000 രൂപ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ആദ്യത്തെ ഷെയർ, ഒറിജിനൽ ഷെയർ. രണ്ടാമത്തെ ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരികയാണെങ്കിൽ ബോണസ് ഷെയർ ആണ്. അതിനും എത്രയാണ്? 25,000 രൂപയ്ക്ക് വിറ്റു. 500 × 50 = 25,000. 25,000 എന്ത് പോയി? 25,000 ആദ്യം 14 രൂപയുടെ ഷെയർ ഉണ്ടായിരുന്നു. എത്ര? 14 രൂപയുടെ ഷെയർ. കോസ്റ്റ് എക്സ്പെൻസസ് സെയിൽസ് കൺസിഡറേഷൻ എത്രയാണ്? 500 × 50 = 2,500. 500 × 14 പറയുമ്പോൾ 7,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 18,000 രൂപ ഗെയിൻ ആണ്. ഗിഫ്റ്റഡ് ഷെയർസിന്റെ പ്രീവിയസ് ഓണറെ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ 500 × 14 7,000 രൂപയുടെ ഷെയർ 25,000 രൂപയ്ക്ക് വിറ്റു. 18,000 രൂപ പ്രോഫിറ്റ്. ലാസ്റ്റ് വണ്ണിൽ എൻറ്റയർ എമൗണ്ട് പ്രോഫിറ്റ്. ക്ലിയർ ആണോ? ബോണസ് ഷെയറിന്റെ ട്രീറ്റ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ സെക്ഷൻ. നാളെ രാവിലെ നമ്മൾ എന്ത് ചെയ്യും? മോർണിംഗ് 7 o'clock നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.